ദശപുഷ്പങ്ങളിലൊന്നായ ഈ കുഞ്ഞു ചെടിക്ക് പ്രമേഹവും മുറിവുകളും വരെ ശമിപ്പിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഈ ചെടി ഇനി വെറുതെ പറിച്ചു കളയരുത്. ഒരുപാട് രോഗങ്ങൾക്ക് ഒറ്റമൂലി. അതാണ് നമ്മുടെ സ്വന്തം മുക്കുറ്റി. പ്രമേഹം നിയന്ത്രിക്കാനും മുറിവുകൾക്കും ചർമ്മരോഗങ്ങൾക്കുമൊക്കെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് നോക്കാം. മുക്കുറ്റിയുടെ ചില അദ്ഭുത ഔഷധ ഗുണങ്ങൾ അറിയുന്നതിനു മുമ്പ് നമ്മുടെ വീട്ടു പരിസരങ്ങളിൽ വളരുന്ന ഈ ചെടിയെ എങ്ങനെ എളുപ്പത്തിൽ തിരിച്ചറിയാമെന്ന് നോക്കാം. ചെറിയ മഞ്ഞപ്പൂക്കളാണ് മുക്കുറ്റിയുടെ പ്രധാന ആകർഷണം. തോട്ടാവാടിയെ പോലെ തൊട്ട ഉടനെ പൂർണ്ണമായി അടയില്ലെങ്കിലും സ്പർശിക്കുമ്പോൾ ഇലകൾ ചെറുതായി മടങ്ങിക്കൂമ്പും. എന്നാൽ രാത്രിയാകുമ്പോൾ ഈ ഇലകൾ പൂർണ്ണമായും അടഞ്ഞു പോകും. കണ്ടാൽ ഒരു കുഞ്ഞൻ തെങ്ങിനെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് മുക്കുറ്റി വളരുന്നത്. അതുകൊണ്ട് തന്നെയാകാം ഇംഗ്ലീഷിൽ ഇതിനെ ലിറ്റിൽ ട്രീ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ബയോഫൈറ്റം സെൻസിറ്റീവം എന്നാണ് മുക്കുറ്റിയുടെ ശാസ്ത്രീയ നാമം. ഓക്സാലിഡേസിയെ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണിത്. പ്രത്യേകം പരിപാലനമൊന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ തൊടികളിൽ സ്വയം മുളച്ചു വളരുന്ന ഒരു ഏകവർഷി സസ്യമാണിത്. സാധാരണയായി 8 മുതൽ 15 സെന്റിമീറ്റർ വരെ മാത്രം ഉയരത്തിൽ വളരുന്ന മുക്കുറ്റി വിത്തുകൾ വഴിയാണ് പ്രജനനം നടത്തുന്നത്. ഔഷധ ഗുണങ്ങൾക്ക് പുറമെ കർക്കിടക മാസത്തിൽ പരമ്പരാഗതമായി മുക്കുറ്റിച്ചാന്ത് തയ്യാറാക്കാനും ഈ ചെടി ഉപയോഗിക്കാറുണ്ട്. ദശപുഷ്പങ്ങളിലൊന്നായ മുക്കുറ്റി അരച്ചുണ്ടാക്കുന്ന ഈ ചാന്ത് നെറ്റിയിൽ തൊടുന്നത് കർക്കിടക മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. ഇത് ശരീരത്തിന് തണുപ്പും മനസ്സിന് ഏകാഗ്രതയും നൽകുമെന്നാണ് വിശ്വാസം. ഇനി മുക്കുറ്റിയുടെ ചില പ്രധാന ഔഷധ ഗുണങ്ങളും ഇത് വീട്ടിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും നോക്കാം. പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു സസ്യം എന്ന നിലയിലാണ് മുക്കുറ്റി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. മുക്കുറ്റിയിട്ട് വെന്ത വെള്ളം കുടിക്കുന്നതും സമൂലമായി നന്നായി കഴുകി വൃത്തിയാക്കി അരച്ച് നീരെടുത്ത് രാവിലെ കഴിക്കുകയും ചെയ്യുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചെറിയ മുറിവുകളിൽ രക്തസ്രാവം കുറയ്ക്കാനും മുറിവ് വേഗത്തിൽ ഉണങ്ങാനും മുക്കുറ്റി അരച്ച് പുരട്ടാറുണ്ട്. ഇതിലെ ആന്റിസെപ്റ്റിക് ഗുണങ്ങളാണ് ഇതിന് സഹായകരമാകുന്നത്. വിഷപ്രാണികൾ കടിച്ച ഭാഗത്ത് ഉണ്ടാകുന്ന പുകച്ചിലും വീക്കവും കുറയ്ക്കാൻ മുക്കുറ്റി അരച്ചു പുരട്ടുന്ന പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. ആസ്മ, ചുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ മുക്കുറ്റി അരച്ച് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് ആശ്വാസം നൽകുന്ന പരമ്പരാഗത ചികിത്സാ രീതിയായി പറയപ്പെടുന്നു. വയറുവേദന, ദഹനക്കേട്, വയറിളക്കം തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ മുക്കുറ്റി മോരിലരച്ച് കഴിക്കുന്ന രീതിയും പ്രചാരത്തിലുണ്ട്. പനിയോ കഠിനമായ തലവേദനയോ ഉള്ളപ്പോൾ മുക്കുറ്റി അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനും തലവേദനയ്ക്ക് ആശ്വാസം നൽകാനും സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇതുമാത്രമല്ല, പ്രസവശേഷം സ്ത്രീകളുടെ ശുശ്രൂഷയിലും മുക്കുറ്റിക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ഗർഭാശയ ശുദ്ധീകരണത്തിനും ആരോഗ്യം വീണ്ടെടുക്കാനുമായി മുക്കുറ്റിക്കുറുക്ക് തയ്യാറാക്കി നൽകുന്ന ശീലം പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പ്രധാന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുക്കുറ്റി ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത ഔഷധ സസ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികളും ഗർഭിണികളും മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവരും നിർബന്ധമായും ഒരു ഡോക്ടറുടെയോ ആരോഗ്യ വിദഗ്ധന്റെയോ ഉപദേശം തേടണം. നമ്മൾ അവഗണിച്ചു കളയുന്ന പല കുഞ്ഞു ചെടികൾക്കും പിന്നിൽ ഇത്തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഉപയോഗങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അടുത്ത തവണ മുക്കുറ്റിയെ കാണുമ്പോൾ ഒരു കളച്ചെടിയായിട്ടല്ല, ഒരു ഔഷധഖനിയായാണ് കാണേണ്ടത്. മറ്റൊരു ചെടി വിസ്മയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.